പ്രിയമുള്ളവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കുടുംബ കൂട്ടായ്മ ചർച്ചാ വേദിയിലെ 12ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമുദായ ശാക്തീകരണ വർഷം പ്രമാണിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും നമ്മൾ ചർച്ച ചെയ്തതിന് തുടർച്ചയെന്നോണം കേരള സഭ കേരള സമൂഹത്തിന് നൽകിയ വിവിധങ്ങളായ സംഭാവനകളെ കുറിച്ചാണ് ഈ മാസവും നമ്മൾ ശ്രവിക്കുക. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക തലശ്ശേരി അതിരൂപത ഫിനാൻസ് ഓഫീസറും നലം തികഞ്ഞ ദൈവശാസ്ത്ര പണ്ഡിതനുമായ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ ജോജി കാക്കരമഠത്തിലാണ്. അച്ഛനെ സശ്രദ്ധം ശ്രവിച്ചുകൊണ്ട് കൂടുതൽ സമുദായ അവബോധമുള്ളവരായി രൂപപ്പെടുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കട്ടെ. ഈ മാസം മുതൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വം തലശ്ശേരി അതിരൂപത കുടുംബ പ്രേക്ഷിത വിഭാഗത്തെ ചുമതലപ്പെടുത്തുകയാണ്. നാളിതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹ സഹകരണത്തിനും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞതോടൊപ്പം പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കുടുംബ പ്രേക്ഷിത വിഭാഗം ഡയറക്ടർ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് കോവാട്ടച്ചന് എല്ലാവിധ സഹകരണവും പ്രോത്സാഹനവും നൽകി നമ്മുടെ കുടുംബ കൂട്ടായ്മയെ തുടർന്നും അനുഗ്രഹിക്കുമല്ലോ. നമുക്ക് ഇന്നത്തെ ചർച്ചാ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, സമുദായ ശാക്തീകരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ ക്രൈസ്തവ സഭ നൽകിയ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് നാം മനസ്സിലാക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ചും ആരോഗ്യ രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ചുമൊക്കെ നാം പരിചിന്തനം ചെയ്തു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം വിദ്യാഭ്യാസ രംഗത്ത് സഭ നൽകിയ സംഭാവനകളാണ്. ഏതൊരു സമൂഹത്തിൻ്റെ ഉയർച്ചയുടെയും പുരോഗതിയുടെയും പിന്നിൽ അറിവിൻ്റെ ചക്രവാളമുണ്ട്. അറിവിനെ പകർന്നു കൊടുക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭ ഇവിടുത്തെ സാമൂഹിക നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നൽകിയ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം. ലോകത്തെമ്പാടും വിദ്യാധനം എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള ആരാധനയ്ക്ക് തുല്യമായി കരുതുകയും ഇത് ദൈവദത്തമായ കൽപ്പനയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് അജ്ഞരായവർക്ക് അറിവിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുകയും ചെയ്യുക ദൗത്യമായി കരുതിയവരാണ് ക്രൈസ്തവ സഭ അന്നും ഇന്നും എന്നും. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകത്തെമ്പാടും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങി ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, സലമാങ്ക, സ്പെയിനിലെ സലമാങ്ക, പാരീസിലെ സോർബോൺ, ബെൽജിയത്തെ ലുവൈൻ തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റികളും ആരംഭിച്ചത് ക്രൈസ്തവ സഭകളായിരുന്നു. ഇന്ത്യയിലാകട്ടെ 1540 ഫ്രാൻസിസ്കൻസ് ആരംഭിച്ച ഒരു സ്കൂളിനെ കുറിച്ചുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. 1548 അത് സെന്റ് പോൾസ് കോളേജ് ആയിട്ട് മാറ്റപ്പെടുകയായി. യൂറോപ്പിന് വെളിയിൽ ആദ്യമായിട്ടൊരു ഫോർമൽ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഇന്നും അറിയപ്പെടുന്നത് 1540 സ്ഥാപിതമായ ഈ സെന്റ് പോൾസ് കോളേജാണ്. യൂണിവേഴ്സിറ്റികൾ കൽക്കട്ടയിൽ 1835 ആരംഭിച്ച സെന്റ് സേവിയേഴ്സ് കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജുകൾ, ഒപ്പം തന്നെ പോണ്ടിച്ചേരിയിലും നാഗർകോവിലും 16ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ച ചില സ്കൂളുകളൊക്കെ ഈ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർ ഭാരതത്തിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. കേരളത്തിലേക്ക് നമ്മൾ മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1803 തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിമാര് ആരംഭിച്ച ഒരു സ്കൂളുണ്ട്. 1803 വീണ്ടും 1806 CMS മിഷണറിമാര്, അതേപോലെ തന്നെ ബാസൽ എവാഞ്ചലിക്കൽ സൊസൈറ്റികളൊക്കെ സ്ഥാപിച്ച സ്കൂളുകൾ ഈ കേരളത്തിൽ ആരംഭിക്കുകയുണ്ടായി. അന്ന് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ട് വേദങ്ങളും പൂജാവിധികളും അനുഷ്ഠാന വിധികളും മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പകരമായിട്ട് കണക്കും സയൻസും അതേപോലെ കൈത്തൊഴിലുകളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിച്ചത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇതിന് തുടക്കം കുറിച്ച ഒരു പുണ്യപിതാവിനെ മറന്നു പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്.
പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ വളരെ വിരളമായിട്ട് മാത്രമേ പരാമർശിക്കപ്പെടാറുള്ളൂ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച അനേകം പുണ്യപുരുഷന്മാരുണ്ട്. ശ്രീ നാരായണ ഗുരു, അയ്യങ്കാളി, മന്നം, സി കേശവൻ, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ അനേകം പുണ്യ പുരുഷന്മാരുണ്ട്. നാരായണ ഗുരു ജനിച്ച വർഷം എന്ന് പറയുന്നത് 1856. അദ്ദേഹം ദിവംഗതനായത് 1928. അയ്യങ്കാളി ജനിച്ച വർഷം 1863, മരിച്ചത് 1941. മന്നത്ത് പത്മനാഭൻ 1878 ജനിച്ച് 1970 മരിച്ചതാണ്. ചട്ടമ്പിസ്വാമികളാകട്ടെ 1853 ജനിച്ച് 1924 ദിവംഗതനായി. സഹോദരൻ അയ്യപ്പൻ 1889 ജനിച്ച് 1968 ദിവംഗതനായി. എന്നാൽ 1805 ജനിച്ച് 1846 ആദ്യമായിട്ട് മാന്നാനത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച വിശുദ്ധനായ ഏലിയാസ് കുര്യാക്കോസ് ചാവറ പിതാവിൻ്റെ പേരുകൾ പലപ്പോഴും കേരള സമൂഹം ബോധപൂർവമോ അബോധപൂർവമോ മറന്നുപോയിട്ടുണ്ട്. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച് അവിടെ ചാതുർവർണ്ണത്തിൽ കഴിയുന്ന ഏറ്റവും പാവപ്പെട്ട ശുദ്രനും ചെറുമനും അങ്ങേയറ്റം പാവപ്പെട്ടവരുമായിട്ടുള്ള കുട്ടികളെ സ്കൂളിലേക്ക് ഒരേ ബെഞ്ചിലിരുത്തി പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസം കൂടാതെ പഠിപ്പിച്ച ഒരു പിതാവായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. ആദ്യമായിട്ട് യൂണിഫോം സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. പണക്കാരൻ്റെ കുട്ടികൾ സിൽക്ക് വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ഉടുത്തുകൊണ്ട് വരുമ്പോൾ വെറും കൂമ്പാള തച്ചുടുത്തുകൊണ്ട് വരുന്ന ചെറുമിയുടെ മക്കളെ അദ്ദേഹം ഒരേ ബെഞ്ചിൽ ഇരുത്തുവാൻ വേണ്ടിയിട്ട് യൂണിഫോം സമ്പ്രദായം ആരംഭിച്ചു. പാവപ്പെട്ടവൻ്റെ മക്കള് പട്ടിണി കിടക്കുമ്പോൾ പണക്കാരൻ്റെ മക്കൾ മൃഷ്ടാന്ന ഭോജനം നടത്തുമ്പോൾ ഉച്ചക്കഞ്ഞി സമ്പ്രദായം അദ്ദേഹം സ്ഥാപിക്കുകയായി. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം എല്ലാ വിധത്തിലും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തിയ ഒരു പുണ്യപിതാവായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. ഇദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രബോധനങ്ങൾ പള്ളികളിലുള്ള വെള്ളിക്കുരിശുകളും പൊൻകുരിശുകളും വിറ്റിട്ട് പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടങ്ങൾ പണിയണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയ്ക്ക് സൃഷ്ടിച്ച ഒരു വലിയ വിപ്ലവകരമായ മാറ്റമുണ്ട്. അദ്ദേഹമായിരുന്നു അത്രമാത്രം സർവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഈ സാമൂഹ്യ മാറ്റത്തിന് തിരിതെളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ കേരള സമൂഹം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണഭൂതനായിട്ടുള്ള ആ പിതാവിൻ്റെ സംഭാവനകളെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും മലബാർ കുടിയേറ്റത്തിൻ്റെ മലബാറിലെ എല്ലാ മലയിടുക്കുകളിലും ചെന്ന് പറ്റിയ സുറിയാനി ക്രൈസ്തവ സമൂഹം അവിടെ സ്കൂളുകൾ ആരംഭിക്കുകയും അത് ജാതി മത ഭേദമന്യേ അവിടെയുള്ള സകലവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമൂഹം. കേരളത്തിലെ ഈ ഒരു വലിയ സംഭാവന, ഈ ഒരു ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകളെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റുകയില്ല. അതിനെക്കുറിച്ച് പൂർണ്ണമായ അവബോധത്തോടുകൂടെ ഇന്നും ഈ സമൂഹത്തിൻ്റെ ചാലകശക്തിയായി, മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് വിരാജിക്കുന്ന ക്രൈസ്തവ കേരള സുറിയാനി സഭയുടെ സംഭാവനകൾ എന്നെന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കും.